മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് സ്വര ഭാസ്കർ. ഇതുവരെ ഒരു മലയാളം സിനിമയിൽ പോലും ഇവർ അഭിനയിച്ചിട്ടില്ല. ബോളിവുഡ് സിനിമകളിലൂടെയാണ് താരം എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടത്. എങ്കിലും മലയാളികൾക്കിടയിൽ ഇവർക്ക് ധാരാളം ആരാധകരാണ്. ഇതുവരെ ഒരു മലയാളം സിനിമയിൽ പോലും അഭിനയിക്കാതെ ഇവർ എങ്ങനെയാണ് മലയാളികൾക്കിടയിൽ ആരാധകരെ ഉണ്ടാക്കിയെടുത്തത് എന്നറിയുമോ? ഇതിന് പ്രധാനമായി രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, ഇവർ ധാരാളം സിനിമകളിലും വെബ് സീരീസുകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതൊക്കെ തന്നെ അഭിനയ പ്രാധാന്യമുള്ളത് കൂടിയായിരുന്നു. ഇത്തരത്തിലുള്ള സിനിമകളും സീരിയലുകളും ഏതു ഭാഷയിലാണെങ്കിലും മലയാളികൾ ഇരുകൈയും നീട്ടിയായിരിക്കും സ്വീകരിക്കുക. അതിലെ താരങ്ങളെയും മലയാളികൾ കാണുന്നത് അങ്ങനെ തന്നെയായിരിക്കും. രണ്ടാമത്തെ കാരണം, ശക്തമായ സംഘപരിവാർ വിരുദ്ധ നിലപാടെടുക്കുന്ന നടിയാണ് ഇവർ. ഫാസിസത്തിനെതിരെ രാവും പകലും പൊരുതുന്ന നടിമാരിൽ ഒരാളാണ്. ഇത്തരത്തിലുള്ള ആളുകളെ മലയാളികൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കും. അടുത്തിടെയായിരുന്നു ഇവർ വിവാഹം ചെയ്തത്. ഫഹദ് അഹമ്മദ് എന്ന വ്യക്തിയായിരുന്നു ഇവർ വിവാഹം ചെയ്തത്. സമാജ് പാർട്ടി നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. അതേസമയം ഇവരുടെ വിവാഹത്തിനെ തുടർന്ന് ധാരാളം വിവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ലവ് ജിഹാദാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നു. അതേസമയം മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി ഇസ്ലാമിക സംഘടനകളും രംഗത്ത് വന്നു. ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലാണ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു വിവാദം വന്നിരിക്കുന്നത്. നടി വിവാഹം ചെയ്തിരിക്കുന്നത് സ്വന്തം സഹോദരനെയാണ് എന്നാണ് ഇപ്പോൾ പുതിയ ആരോപണം. നടിയുടെ ഒരു പഴയ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതിൽ ഫഹദിനെ ഇവർ അഭിസംബോധന ചെയ്തിരിക്കുന്നത് സഹോദരൻ എന്നാണ്. സ്വന്തം സഹോദരനല്ലെങ്കിലും സ്വന്തം സഹോദരനെ പോലെ കണ്ട ഒരു വ്യക്തിയെയാണോ താരം വിവാഹം ചെയ്തത് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇതിനു വേണ്ടിയാണോ നിങ്ങൾ വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരവും മുസ്ലിം മാരേജ് ആക്ട് പ്രകാരവും രജിസ്റ്റർ ചെയ്യാതെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.